ഓണമൊക്കെ ആയി, കയ്യിലാണെങ്കിൽ അഞ്ഞിന്റെ പൈസ ഇല്ല. എന്തിയോടാ? എനിക്ക് കുഴപ്പമില്ല, അമ്മ തൊഴിലുറപ്പിനാണോണ്ട് ഞാൻ പൊളിക്കും. പക്ഷെ നിന്റെ കാര്യമാണ് കഷ്ടം. എടാ നാണമില്ലടാ നിനക്ക് അവരെ ജോലിക്ക് വിട്ട് ഇങ്ങനെ ജീവിക്കാൻ? കഷ്ടം. എന്താ പറഞ്ഞു, സ്ഥിരം ജോലിക്കണോ പയ്യെ? നിനക്കെന്താ പല്ലുവേദന? പല്ലുവേദനയല്ല, തലവേദനയാണ് അവനെ കൊണ്ട് നാട്ടുകാർക്ക്. നമുക്ക് വിട്ടിരിക്കാം. ഡേയ്, നീ എവിടെ ഇരുന്ന് 2 ദിവസം കാണാനില്ലായിരുന്നല്ല? ഇന്നലെ IASന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇവന്തിന്റെ കവിളിലൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് നീ അറിഞ്ഞില്ലേ? അവനെന്നല്ല IASന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. എന്താ നിന്റെ കവിളില്? അതൊന്നുമില്ലടേ. എന്നാലും അതല്ലല്ലേ, എന്താ പറ്റിയനെ? സത്യം പറയാടാ, എന്ത് പറ്റാടാ നിനക്ക്? കയ്യറാ. ഒന്നും ഇല്ലല്ലേ, നീ അവിടെ പോയി കൈ അങ്ങോട്ട്. എന്താടാ ഇത്? അതാ കടയുടെ ബിജു തല്ലിയതളിയാ. തല്ലിയ? ഇത് നമുക്ക് ചോദിക്കണ്ട അളിയാ. നീ പോളിയാ, ഞാൻ അത് ചോദിക്കുന്നു. ഞാൻ അത് വിട്ടു പോ. അങ്ങനെ വിടണമെങ്കിലേ ഞങ്ങള് മരിക്കണം. വാടാ. ഈ ചീള് കേസിനൊക്കെ ഞാൻ പോരെ. എണീറ്റ് വാടേ. പിന്നെ ചെന്ന് കയറിക്കോട്ട്. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, ചുരട്ടണം, ആകെ വിയർക്കണം. പുല്ല് ഒരുവിധം ഒതുക്കി വിട്ടതാണ്. ഇതെല്ലാം കൂടെ എവിടെ വാങ്ങിച്ചു പിടിക്കോ എന്തോ. कौन तिरुट बना हो ना? ये क्या है? അതെന്തെന്നറിയാ പറഞ്ഞത്? അർത്ഥമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കേക്ക ഒരു പഞ്ചില്ലേ? നീയാണോളോ ഞങ്ങളുടെ ചെക്കനെ തല്ലിയത്? ചെറ്റത്തരം കാണിച്ച നിനക്കും കിട്ടും. അത്രയ്ക്ക് ചങ്കർപ്പുണ്ടെങ്കി ഇപ്പൊ തല്ലടാ. പിന്നെ കുളിസിയും പിടിച്ചവനെ തലോടി വരണോടാ. സാമദ്രോഹി, ഒരു വാക്ക്. ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്ന്. നിന്റെ അവസ്ഥ. കടകം ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ അശോകന് കരാട്ടെ. അളിയ, ഇത് സീൻ വേറെയാണ്, ഓടണേണ് നല്ലത്.